2020 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ഏറ്റവും അപ്സെറ്റ് എന്ന് പറയാവുന്നത് ഓസ്ട്രേലിയ പുറത്താവുന്നതാണ്. അതും ശ്രീലങ്കയോടും സിംബാബ്വേയോടും നല്ല രീതിയിൽ തന്നെ തോറ്റിട്ട്. ആ ഒരു ഫോമിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ അടുത്ത് നിന്നൊക്കെ വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയ ഒരു ഔട്ട് ഓഫ് ഫോമിലാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീം ഇത്തരം ഒരു വലിയ മേജർ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് കളിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിനനുസരിച്ച് ഉയർന്നു വരാറുള്ളതാ. എന്തായിരിക്കും ഓസ്ട്രേലിയക്ക് സംഭവിച്ചിട്ടുള്ളത് ദിലീപിന്റെ ഒരു ഭാഷയിൽ? പ്രധാനമായിട്ട് സംഭവിച്ചത് ആഷസ് ആണ്. ആഷസ് പരമ്പര കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെ ഹേസൽവുഡ് കളിച്ചിട്ടില്ല. കമ്മിൻസ് ഒരു ഒറ്റ ടെസ്റ്റേ കളിച്ചുള്ളൂ. വേറെ പല കളിക്കാർക്കും അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരിക്കുകളും ഇതൊക്കെ പറ്റി. പിന്നെ അവർ എത്രത്തോളം സീരിയസ് ആയി എടുത്തിട്ടുണ്ടെന്നും എനിക്കൊരു സംശയമുണ്ട്. ഈ സീസൺ അവരുടെ ഫോക്കസ് മുഴുവൻ ആഷസ് ജയിക്കണേലായിരുന്നു. അതിനപ്പുറം എന്ത് സംഭവിക്കുന്നുള്ളത് വലിയൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പക്കാരെ ആരെയും കാണുന്നില്ല. ആരാണ് മുന്നോട്ട് ഇപ്പൊ എല്ലാ കാലത്തും ഇപ്പൊ ഏറ്റവും മോശം കാലം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ 1980, 84, 85 ആ സമയത്ത് ഡെഗ് ചാപ്പൽ, ഡെനിസ് ലില്ലി, റോഡ് മാഷ് ഇവരൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം ആ സമയത്ത് വരെ ടീം മോശമായിരുന്നെങ്കിലും ആൾക്കാർക്ക് അറിയായിരുന്നു ഇനി കളിക്കാർ വരുന്നുണ്ട്. സ്റ്റീവ് വോ വരാനുണ്ട്, ക്രെയ്ഗ് മെക്ഡർമട്ട് അപ്പൊ 18-19 വയസ്സാണ്. ഇങ്ങനെ കുറെ കളിക്കാർ വരാനുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഒരൊറ്റ കളിക്കാരനില്ല. നമ്മൾ കണ്ടിട്ടോ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണല്ലോ. പണ്ട് ഒരു മൈക്കിൾ ക്ലാർക്ക് ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡേവിഡ് വാർണർ, ഇവരൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇന്ത്യയിൽ അങ്ങനെ അനേക കളിക്കാരുണ്ട്. ഇപ്പൊ വൈഭവ് സൂര്യവംശി തുടങ്ങിയിട്ട് അങ്ങനെ കുറെ കളിക്കാരുണ്ട്. ശ്രീലങ്കയിൽ ഇപ്പൊ പാത്തും നിസംഖ്യ ഉണ്ട്. സിംബാബ്വേയിൽ ഇപ്പൊ കുറെ നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. എല്ലാ രാജ്യത്തും അഫ്ഗാനിസ്ഥാൻ ഓരോ അണ്ടർ-19 ലോകകപ്പ് കഴിയുമ്പോഴും 2-3 ആൾക്കാർ ടീമിൽ വരും. അപ്പൊ അതുപോലെ വെസ്റ്റ് ഇൻഡീസിലൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഓസ്ട്രേലിയൻ ടീമിൽ മാത്രം നമ്മൾ നോക്കുമ്പോ എവിടെ ഫാസ്റ്റ് ബോളേഴ്സ് പുതിയത് ആരുമില്ല. ബാറ്റ്സ്മാൻമാര് നോക്കുമ്പോ അവിടെ ആരുമില്ല. അപ്പൊ അതാണ് ഒരു വലിയൊരു പ്രശ്നം വരാൻ പോണത്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ കളി എടുക്കുകയാണെങ്കിൽ അപ്പം നാഷണൽ മീഡിയ ഒക്കെ ഫ്ലോലെസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കുറെ ഫ്ലോസ് ഉണ്ട്. പാകിസ്ഥാനായിട്ടുള്ളത് എന്തായാലും ഒരു കംഫർട്ടബിൾ വിൻ തന്നെയാണ്, 61 റൺസിന്റെ വിൻ. എന്നാൽ പോലും ചില സ്ഥലത്തൊക്കെ പതറിയതായിരുന്നു നമുക്ക് തോന്നാം. എന്നാലും ഒരു പൊതു ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത്നെസ്, ബൗളിംഗ് വെറൈറ്റി, ഇങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷെ ദിലീപിന്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഫ്ലോസ്? ബാക്കി ടീംസ് പേടിക്കാൻ ഏറ്റവും വലിയ കാരണം ഇന്ത്യ ഇതുവരെ ഒരു 60% കൂടി എത്തിയില്ല. കഷ്ടിച്ച് പാസ് മാർക്കേ ഞാൻ കൊടുക്കുള്ളൂ. പക്ഷെ എന്നിട്ടും കൂടി 4 കളി ജയിച്ചിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ഇതുവരെ ഒരു റൺ പോലും എടുത്തിട്ടില്ല. മറ്റേ സൂര്യ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയി കളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓരോ ഇന്നിങ്സ് 2 ഇന്നിങ്സ് ഒക്കെ തളങ്ങിയിട്ടുള്ളൂ. തിലക് വർമ്മ, ശിവം ദുബെ, റിങ്കു സിംഗ് ഇടയ്ക്ക് കുറച്ച് ബോളേ കിട്ടിയിട്ടുള്ളൂ. ബോളിംഗ് പക്ഷെ ഉഗ്രനാണ്. വേറെ ഒരു ടീമിനും ഇന്ത്യയുടെ ആ ഒരു വെറൈറ്റി ഇല്ല. അതിപ്പോ ന്യൂ ബോൾ വെച്ചിട്ടായാലും സ്പിന്നായാലും എല്ലാ ബേസും കവർ ചെയ്യണം. അതെ, ഇഷാൻ കിഷൻ ശരിക്കും തിളങ്ങി. ഇതുവരെ ഇഷാൻ കിഷനാണ് ഏറ്റവും വലിയ സ്റ്റാർ, ശരിക്കും അതിലൊരു സംശയമില്ല. പക്ഷെ ആകെപ്പാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളിയിലും ഏതെങ്കിലും 1-2 ആൾക്കാർ വരും. ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യുകയാണെങ്കിലും മറ്റേ ബോൾ വെച്ചിട്ട് ബുംറയോ വരുൺ ചക്രവർത്തിയോ സിറാജ് ആരെങ്കിലും ഉണ്ടാവും. അതാണ് ശരിക്കും പേടിക്കേണ്ടത്. ഒരു ടീം നന്നായി കളിക്കാതെയും കൂടി വളരെ ഈസി ആയിട്ടൊരു കളി ജയിക്കുകയാണെങ്കിൽ അത് ബാക്കി ടീമുകൾക്ക് ഏറ്റവും പേടി വരുത്തുന്നത് അതാണ് ശരിക്കും. ഈ പാകിസ്ഥാനായിട്ടുള്ള കളിന്റെ ഒരു ഓഫ് ഫീൽഡ് ടർബുലൻസ് ആയിരുന്നല്ലോ കൂടുതലുള്ളത്. കാരണം കളി നടക്കുവോ ഇല്ലയോ എന്താണെന്നുള്ളത് അതൊരു വേറെ തരത്തിൽ പുറത്തൊരു സംഗതി ഇങ്ങനെ വലുതായി വരികയായിരുന്നു. പക്ഷെ കളി എന്തായാലും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ കളിച്ചു. ഈ ഷേക്ക് ഹാൻഡ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ആ കളിയെ മാത്രമായിട്ട് ദിലീപ് എങ്ങനെയാ വിലയിരുത്തുന്നത്? ആ കളി നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതൊരു കളിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഈ കളിക്കാർക്ക് ഇത്രയും പ്രഷർ വന്ന അവർ പെർഫോം ചെയ്യാത്തത്. അവരത് വേറെ എന്തൊക്കെയോ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇന്ത്യക്ക് അതിപ്പോ വെറും ഒരു കളി തന്നെയാണ്. അവരുടെ എന്താ പറയുക ഒരു പ്രോസസ് ഉണ്ട് എല്ലാ കളിക്കും. അതനുസരിച്ച് അവർ കളിക്കും. അതിപ്പോ പാകിസ്ഥാൻ ആയാലും ഓസ്ട്രേലിയ ആയാലും ഏത് ടീമിനെ കളിക്കുകയാണെങ്കിലും ഇന്ത്യ കളിക്കുന്ന ശൈലി മാറുന്നില്ല. മറ്റേതിപ്പോ പാകിസ്ഥാൻ ആ പിച്ചിൽ ശരിക്കും ടോസ് ജയിച്ചാൽ ബാറ്റ് ചെയ്യേണ്ട പിച്ചാണ്. അതിന് പകരം ഇന്ത്യയോട് ബാറ്റ് ചെയ്യാൻ പറയണം. എന്താ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ചെയ്യണതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് ഈ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോ വരുന്നൊരിതാണ്.
അപ്പൊ അത് ആ മെന്റൽ ബ്ലോക്ക് മാറാതെ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കാൻ വലിയ പ്രശ്നം. ഇത് കഴിവിന്റെ പ്രശ്നം മാത്രമല്ല, കഴിവിന്റെ കാര്യം നോക്കിയാലും ഇന്ത്യ ഒരു ലെവല് മേധയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിന്റെ. പക്ഷെ ഇത്രയും വലിയ 61 റണ്ണിന്റെ ഗ്യാപ്പ് ഒന്നും ഇല്ല ശരിക്കും. അത് ഈ മെന്റൽ പിച്ചിൽ ഇറങ്ങണതിന് മുമ്പ് അവർ മനസ്സിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ നമ്മൾ ഏറ്റവും അത്ഭുതകരമായിട്ട് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ അപ്സെറ്റ് പോലെ തന്നെ മികച്ചതാണ് സിംബാബ്വേയുടെ പ്രകടനം. സിംബാബ്വെ നമ്മളങ്ങനെ പലപ്പോഴും ഈ അസോസിയേറ്റ് രാഷ്ട്രങ്ങളെക്കാളും താഴെ ആണ് കാണുന്നത്. പക്ഷെ അതൊരു നല്ല പെർഫോമൻസ് ആണ് സിംബാബ്വെ നടത്തിയിട്ടുള്ളത്. സിംബാബ്വേയുടെ പുതിയ ടീമിനെ ദിലീപ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പുതിയ ടീം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നമ്മൾ കാണണം. കഴിഞ്ഞ ഒരു 7 കൊല്ലം മുമ്പത്തെ സിംബാബ്വേയുടെ കടം കൂടി അവര് ആ ക്രിക്കറ്റ് ബോർഡ് തന്നെ അടച്ചു പൂട്ടേണ്ടി വരുന്നുള്ള ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ICC ലെവലില് കുറെ സഹായം ഇതൊക്കെ കിട്ടി. ഇപ്പൊ 2-3 കൊല്ലം മുമ്പാണ് ആ കടമൊക്കെ കുറെ വീട്ടിയിട്ട് ഒരു പുതിയ പ്രോഗ്രാം പോലെ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ പക്ഷെ ആഫ്രിക്കൻ ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാജ്യം സിംബാബ്വെയാണ്. 83-ൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ലോകകപ്പില്. ഡങ്കൻ ഫ്ലെച്ചർ കളിക്കാരനായിരുന്നു. അപ്പൊ അതിനുശേഷം സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഈ മുഗാബിയുടെ കുറെ ആൾക്കാരായിരുന്നു, ഈ ശിങ്കിടികളാണ് സിംബാബ്വെ ക്രിക്കറ്റ് നടത്തിയിരുന്നത്, ഒസേസ് ബവൂട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്കൊന്നും കളിയിൽ ഒരു താല്പര്യമില്ല. ഒരു പൊളിറ്റിക്കൽ ഷോ. ഇപ്പൊ മോസിൻ നഖ്വി പാകിസ്ഥാൻ ചെയ്യണ പോലെ ഒരു പൊളിറ്റിക്കൽ ഷോ ആക്കി മാറ്റിയത്. പിന്നെ കളിയില് അഴിമതി, പൈസ വേണ്ടടുത്ത് പൈസ പോണില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നശിപ്പിച്ചതാണ് ശരിക്കും. അല്ലാതെ കളിക്കാരില്ലാത്ത പ്രശ്നമല്ല ഒരു കാലത്ത്. ഇപ്പൊ ബോർഡ് ലെവലിൽ മാറ്റങ്ങൾ വന്ന് നന്നായപ്പോ തന്നെ കളി നന്നായിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറെ നല്ല ചെറുപ്പക്കാരുണ്ട്. സിംബാബ്വേയുടെ പെർഫോമൻസിനെ പറ്റിയല്ല, എന്നാൽ പോലും ഓസീസിനൊരു ദൗർഭാഗ്യമുള്ളതായിട്ട് തോന്നുന്നു നമുക്ക്. കാരണം പ്രത്യേകിച്ചും ശ്രീലങ്കയില് റെയിൻ സീസൺ ആണ്. അന്നത്തെ ആ കളി, അയർലൻഡായിട്ടുള്ള കളി ഉപേക്ഷിക്കുന്നതോട് കൂടിയിട്ട് ഒരു ചാൻസ് മിസ്സാകുന്നുണ്ട്. കാരണം പക്ഷെ എന്നാലും കേറില്ലായിരുന്നു. 2 കളി തോറ്റുമല്ലോ സിംബാബ്വേയോടും ശ്രീലങ്കയോടും. പിന്നെ എന്നാൽ ഈ റെയിൻ റൂൾസ്, പ്രത്യേകിച്ചും ഈ മഴയുള്ള സീസണിൽ മഴയുള്ള സ്ഥലത്ത് കളി വെക്കുന്നതിൽ റെയിൻ റൂൾസിനെ പറ്റി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ദിലീപിന്? ഈ ടൂർണമെന്റിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഒരു ടീമിനും ഇപ്പൊ പറയാൻ പറ്റില്ല ഞങ്ങൾ മഴ കാരണമാണ് പുറത്തായത്. ഓസ്ട്രേലിയ അല്ലെങ്കിലും പുറത്താവുമായിരുന്നു ആ കളി ഇല്ലെങ്കിലും. പണ്ടൊക്കെ പലപ്പോഴും ഇപ്പൊ ആദ്യം റെയിൻ റൂൾ വരുന്ന 1992 ലോകകപ്പിലൊക്കെ അപ്പോഴൊക്കെ ശരിക്കും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ റെയിൻ റൂൾസ് കാരണം. പക്ഷെ അല്ലാതെ ഇപ്പൊ പിന്നെ ICC കുറ്റം പറയാനും പറ്റില്ല. ഇതിപ്പോ ശ്രീലങ്കയിൽ ഹോസ്റ്റ് ചെയ്യേണ്ട മാച്ചസ് അല്ല ശരിക്കും. പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോ ഹോസ്റ്റ് ആയിട്ട് ഇത് നടത്തേണ്ടി വരുന്നത്. പിന്നെ ഈ നമ്മള് ഗ്രൂപ്പ് ഡിയെ പറ്റി ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അഫ്ഗാനിസ്ഥാൻ കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. പക്ഷെ അതിൽ അത്ര ഒരു ഇപ്രാവശ്യം അഫ്ഗാനിസ്ഥാൻ അത്ര നന്നായിട്ട് തിളങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കളി 2 സൂപ്പർ ഓവർ വരെ പോയി. അത് ശരിക്കും ജയിക്കേണ്ട കളിയായിരുന്നു അവര്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ സൂപ്പർ ഓവറിൽ തോന്നുന്നു ഒരു ഭയങ്കര ഒരു യോക്കർ ഇട്ടിട്ട് അത് എങ്ങനെയോ ഔട്ട്സൈഡ് എഡ്ജ് തട്ടി 4 റണ്ണിന് പോകുന്നു. 9 തവണ അത് വിക്കറ്റ് എടുക്കേണ്ട ഒരു ബോളാണ്. പക്ഷെ അതിന് പകരം സൗത്ത് ആഫ്രിക്കയ്ക്ക് 4 റൺ കിട്ടി. അപ്പൊ ഭാഗ്യം വേണം കുറെ. ആ ഒരു മാച്ച് തോറ്റതോടുകൂടി പക്ഷെ ശരിക്കും അഫ്ഗാനിസ്ഥാന്റെ സ്പിരിറ്റ് പകുതി പോയി. അവർക്ക് മനസ്സിലായി ഇനി നമുക്ക് കയറാൻ പറ്റില്ല എന്ന്. ഈ അസോസിയേറ്റ് നേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ എല്ലാം ഒരു ഏകപക്ഷീയമായിട്ട് പരാജയപ്പെടും. പക്ഷെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഈ അസോസിയേറ്റ് എല്ലാ ടീമും നന്നായിട്ട് കളിച്ചു. അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ദിലീപിനെ ഇംപ്രസ് ചെയ്ത ടീം ഏതാണ്? ഇറ്റലി ശരിക്കും ഒരു കളി വളരെ മനോഹരമായിട്ട് ജയിച്ചു നേപ്പാളിനെതിരെ. ഇംഗ്ലണ്ടിനെയും ശരിക്കും തോൽപ്പിക്കുക, അവസാനത്തെ ഓവർ വരെ കൊണ്ടുപോയി. അതും വലിയൊരു ചേസ്, 200ന്റെ മേലെ. ശരിക്കും അവര് ഇംഗ്ലണ്ടിനെ പേടിപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരെ വളരെ നന്നായി ബോൾ ചെയ്തു. ബാറ്റിംഗ് കുറച്ച് മോശമായിപ്പോയി. പക്ഷെ വെസ്റ്റ് ഇൻഡീസിനെ പോലത്തെ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ 165 നിർത്താൻ അത് തന്നെ ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അത്രയും ഹിറ്റേഴ്സിലുള്ള ഒരു ലൈനപ്പാണ് വെസ്റ്റ് ഇൻഡീസ്. അപ്പൊ അവര് ഇറ്റലി തന്നെയായിരുന്നു ഏറ്റവും
നല്ല പ്രദർശനം കാഴ്ചവെച്ച്. പിന്നെ നേപ്പാൾ ആ മോശമായത് ഇറ്റലിക്കെതിരെ, പക്ഷെ ഇംഗ്ലണ്ടിനെ ശരിക്കും തോൽപ്പിക്കേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാനഡയിൽ നിന്ന് പയ്യൻ യുവരാജ് സംറ സെഞ്ചുറി അടിച്ചു, ഏറ്റവും ചെറുപ്പക്കാരൻ T20 ലോകകപ്പില് സെഞ്ചുറി അടിക്കാൻ. അപ്പൊ എല്ലാ ടീമിനും എന്തെങ്കിലും, ഒമാൻ ഒഴിച്ച്, ഒമാനും നമീബിയയും വിചാരിച്ച ഒരു ലെവൽ എത്താൻ പറ്റിയില്ല. പക്ഷെ നമീബിയയും ഇന്ത്യക്കെതിരെ നന്നായി കളിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മൾ ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ ഇപ്പം സൂപ്പർ 8 തുടങ്ങുകയാണല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പം ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം എടുത്തു കഴിഞ്ഞാൽ രണ്ടും നല്ല ഗ്രൂപ്പുകളാണ്. അതൊന്നും ഒരു ഈസി ആയിട്ടുള്ള കളികളല്ല. മാത്രമല്ല ഒരു ക്ലീൻ സ്റ്റേറ്റ് നിന്ന് തുടങ്ങുകയാണല്ലോ, കാരണം നേരത്തെ ഉള്ള പോയിന്റ് ഒന്നുമില്ല. അപ്പം പുതിയ കളികൾ തന്നെയാണോ ഒക്കെ വരാൻ പോകുന്നത്? അതിൽ ആ രണ്ട് ഗ്രൂപ്പുകളെയും ദിലീപ് എങ്ങനെ വിശകലനം ചെയ്യുന്നു? ഇന്ത്യ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദില് സൗത്ത് ആഫ്രിക്ക ആയിട്ട് കളിക്കുമ്പോൾ വലിയ ഗ്രൗണ്ടാണ്. അപ്പൊ മിസ് ഹിറ്റ് ഒന്നും 6ന് പോകില്ല. അപ്പൊ നമ്മുടെ സ്പിന്നേഴ്സിന് അനുകൂലമാണ് അങ്ങനത്തെ അത്രയും വലിയൊരു ഗ്രൗണ്ടിൽ കളിക്കേണ്ടത്. പിന്നെ ചെന്നൈയിൽ സിംബാബ്വെ ആയിട്ട്, അവിടെയും സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ആയിരിക്കും. സിംബാബ്വെ വിചാരിച്ച പോലെ എളുപ്പമായിട്ടുള്ളൊരു കളിയൊന്നും ആയിരിക്കില്ല, അവർക്ക് നല്ല കളിക്കാരുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈഡൻ ഗാർഡൻസിലാണ്, അവിടെയും അത്ര ഹൈ സ്കോറിംഗ് മാച്ചസ് ഒന്നുമല്ല. വെസ്റ്റ് ഇൻഡീസ് ആ ബാറ്റിംഗ് ലൈനപ്പിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ച് അതാണ്. അപ്പൊ ഇന്ത്യ കയറുന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ സ്പോട്ട് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസ് സാധാരണ ICC ഇവന്റ്സിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ നന്നായി കളിക്കുന്ന ഒരു ടീമാണ്. അവരൊരു പേടിയില്ലാതെ കളിക്കുന്ന ഒരു ടീം. അപ്പൊ അതൊരു നല്ലൊരു മത്സരമായിരിക്കും. അത് ജയിക്കുന്ന ടീമായിരിക്കും മിക്കവാറും രണ്ടാമത്തെ ടീം. മറ്റേ ഗ്രൂപ്പിൽ എനിക്ക് ഇപ്പോഴും പാകിസ്ഥാൻ ടോപ്പ് ചെയ്യുമെന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ മാറ്റി നിർത്തിയാൽ അവർ അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ നല്ല സ്പിൻ അറ്റാക്ക് ഉണ്ട്. 3-4 വെറൈറ്റി ഉള്ള സ്പിന്നേഴ്സ് ഉണ്ട്. പിന്നെ സാഹിബ് ഫർഹാൻ അത്യാവശ്യം നല്ല ഫോമിലാണ്. ബാബർ ആസമിനെ അവർ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അവർക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളിക്കാരുണ്ട്. ശ്രീലങ്ക അവരുടെ കണ്ടീഷൻസിൽ നല്ലൊരു ടീമാണ്. ഇപ്പൊ ഒരു തിരിച്ചടി കിട്ടിയത് ശരിക്കും നല്ലതാ. സൂപ്പർ 8ന് മുമ്പ് ഒരു കളി തോൽക്കേണ്ടത് എപ്പോഴും നമുക്കൊരു ഞെട്ടിക്കല് കിട്ടേണ്ടത് നല്ലതാ. അത് ജയസൂര്യ അത് അവരോട് സംസാരിച്ചിട്ടുണ്ടാവും ഇതിനെപ്പറ്റി, എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു, എന്തൊക്കെ നമുക്ക് ശരിയാക്കണം. മിഡിൽ ഓർഡർ അവിടെ വലിയൊരു പ്രശ്നമാണ്. ന്യൂസിലാൻഡിന്റെ സാധ്യത? ന്യൂസിലൻഡ് എപ്പോഴും അതാണ് ഞാൻ അതിലേക്ക് വരാൻ പോയത്. ന്യൂസിലൻഡ് ഒരു ICC ഇവന്റിൽ നമുക്ക് അവരെ എഴുതി തള്ളാൻ പറ്റില്ല. നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഡാരൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ് ഇവരൊക്കെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ കാലമായിട്ട് കളിക്കണം. പിന്നെ ഉഗ്രം ഫീൽഡിംഗ് സൈഡാണ് ന്യൂസിലൻഡ്. ഒരു ടൈറ്റ് മാച്ചിൽ എപ്പോഴും അതൊരു വ്യത്യാസമാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇംഗ്ലണ്ടും ആർക്കും പറയാൻ പറ്റില്ല ഏത് ഇംഗ്ലണ്ടാ വന്ന് കളിക്കാൻ പോണത്. നല്ല ദിവസമാണെങ്കിൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാം, ഇന്ത്യ അടക്കം. പക്ഷെ ഒരു മോശം ദിവസമാണെങ്കിൽ അവർ നേപ്പാളിനോട് വരെ പോയി തോൽക്കും. അങ്ങനത്തെ ഒരു ടീമാണ്. രണ്ടാമത്തെ റാങ്കിങ്, ICC റാങ്കിങ്ങിൽ രണ്ടാമത്തെ ഓസ്ട്രേലിയ ഇല്ലാന്നേ ഉള്ളൂ. 6-7 ഒക്കെ ഉണ്ട്, കാരണം വെസ്റ്റ് ഇൻഡീസും സിംബാബ്വെ ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം സെമി സാധ്യതകൾ ഇപ്പം ദിലീപ് പറഞ്ഞ അനുസരിച്ച് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക, മറ്റേ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും ശ്രീലങ്ക സ്പിൻ പിച്ചസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീലങ്ക ആയിരിക്കുന്നത്. ന്യൂസിലൻഡ് എത്രത്തോളം ഈ മിസ്റ്ററി സ്പിന്നേഴ്സിനെതിരെ കളിക്കാൻ പറ്റുന്ന എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ന്യൂസിലൻഡിന് ഞാൻ പറയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട്, അത് പറയാനുള്ള സമയമായിട്ടില്ല, എന്നാൽ പോലും ഫൈനലിലേക്ക് കടക്കുക ആരായിരിക്കും? അവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനാണ് ഒരു സെമി എന്നുണ്ടെങ്കിൽ അത് കൊളംബോയിലാണ്. ഇവിടെ കളിക്കാൻ പറ്റില്ല. ഇപ്പൊ കൊളംബോയില് നമുക്ക് കളിക്കേണ്ടി വന്നാൽ രണ്ടാമത്തെ തവണ പാകിസ്ഥാൻ അത്രയും മോശമായി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് കളിച്ച അത്ര മോശമാവാൻ ഒരു സാധ്യതയില്ല. അത് പിന്നെ അവിടുത്തെ പിച്ചുകള് വളരെ സ്പിൻ ഫ്രണ്ട്ലി. ഇന്ത്യയിൽ കുറേം കൂടി ബാറ്റ്സ്മാൻ എളുപ്പമാണ്, അവിടുത്തെ കുറച്ചും കൂടി ട്രിക്കി, ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പിച്ചസ് ആണ്, പ്രത്യേകിച്ച് പ്രേംദാസ്. അപ്പൊ അവിടെ പാകിസ്ഥാൻ എന്തായാലും ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് കളിക്കണമെന്ന് നല്ല സാധ്യതകളാണ് അവിടെ ആണെങ്കിൽ. ഇന്ത്യക്ക് ഹോം സെമി ആണെങ്കിൽ, കൽക്കട്ടയിലാണ് സെമി എന്നുണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഇപ്പം പൊതുവെ നമ്മൾ ഇന്ത്യ ജയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും അല്ലാതെ ഒരു ടീം
കപ്പ് നേടും എന്നൊരു ഇപ്പോഴൊരു പ്രതീക്ഷ ദിലീപിനുള്ളത് ഏത് ടീമാണ്? ഞാൻ കുറെ കാലമായി പറയുന്നു സൗത്ത് ആഫ്രിക്കയുടെ സമയമായി. അവര് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു എന്ന് എനിക്കറിയാം. പക്ഷെ വൈറ്റ് ബോൾ എത്രയോ കാലമായിട്ട് ഇങ്ങനെ സെമി എത്തുക, ഫൈനലിൽ എത്തുക, അങ്ങനത്തെ ഒരു ടീമാണ്. പക്ഷെ ഇത്തവണ അവർക്ക് വളരെ നല്ലൊരു ഓൾറൗണ്ട് യൂണിറ്റ് ആണ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം സൗത്ത് ആഫ്രിക്കയാണ്. പ്രത്യേകിച്ച് അവരുടെ ആ പേസ് അറ്റാക്ക് വെച്ചിട്ട് പെട്ടെന്ന് 2-3 വിക്കറ്റോ പവർ പ്ലേയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റും ചില സാഹചര്യത്തിൽ.